BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം വേണമെന്ന് രമേശ് ചെന്നിത്തല. പത്മകുമാർ പറഞ്ഞ ദൈവതുല്യൻ ആരാണെന്ന് കണ്ടുപിടിക്കണം. കാരണഭൂതൻ ആണോ ദൈവതുല്യൻ എന്ന് അറിയില്ല എന്നും രമേശ് ചെന്നിത്തല. ശബരിമല സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര മാഫിയ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം. അപ്പോൾ ഒരു വലിയ അന്താരാഷ്ട്ര അധോലോക സംഘം ഇതിൽ അതിനകത്ത് ബഹുമാനപ്പെട്ട കോടതി തന്നെ ചില പേരുകൾ പരാമർശിക്കുകയുണ്ടായി. കർണാടകത്തിലെ ജുവലറി വ്യാപാരി ഗോവർദ്ധൻ മാത്രമാണോ ഇതിനകത്ത് ഇടപാടിലായുള്ളത്? ഗോവർദ്ധന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരൊക്കെയാണ്? എങ്ങനെ ഈ ഗോവർദ്ധൻ ഇതുമായി ബന്ധം വന്നു? അപ്പൊ ക്ഷേത്രങ്ങളിലെ പുരാവസ്തുക്കളും രത്നങ്ങളും സ്വർണങ്ങളും അടിച്ചു മാറ്റി അന്താരാഷ്ട്ര മാർക്കറ്റിൽ മോഹവിലയ്ക്ക് വിൽക്കുന്ന ധാരാളം കൊള്ള സംഘങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ആ കൊള്ള സംഘത്തിൻ്റെ കൊള്ള സംഘങ്ങളുടെ കൈകൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് ഞാൻ ന്യായമായി സംശയിക്കുന്നു. ശബരിമല സ്വർണ്ണക്കടത്തായി നടത്തിയ ശതകോടികളുടെ മണി ട്രെയിൽ കണ്ടെത്തുന്നതിനും ഇതിൻ്റെ പിന്നിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്തുകൊണ്ട് അത് തയ്യാറാകുന്നില്ല? ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ സ്വർണ്ണപ്പാളി എവിടെ? എന്തുകൊണ്ട് ആ സ്വർണ്ണപ്പാളി ഇതുവരെ കണ്ടെത്താൻ കഴിയാതെ വരുന്നു? സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള വൻ വ്യവസായികൾ എന്ന് പറയുമ്പോൾ ഈ ആന്റിക്സ് കച്ചവടമൊക്കെ നടത്തുന്ന ആളുകൾ യഥാർത്ഥത്തിൽ 30.8 കിലോ സ്വർണമാണ് ശബരിമല വിജയമല്യ നൽകിയത്. അതിൻ്റെ യഥാർത്ഥ വില ഒരു 50 കോടിയാണ്. പക്ഷേ ഇത് ആന്റിക്സ് ആകുമ്പോൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ എന്നോടൊരാൾ പറഞ്ഞത് 500 കോടി രൂപയുടെ അധികം വില വരും, മോഹവിലയാണ്. അങ്ങനെ പല വിവാദ വ്യവസായികളും ഈ റാക്കറ്റിൻ്റെ പിന്നിലുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അപ്പം അതിൻ്റെ 500 കോടിയിലധികം രൂപ വരുന്ന ഒരു വൻ ഇടപാടാണിത്. അതുകൊണ്ട് അവരെപ്പറ്റി കൂടി അന്വേഷിക്കണം. ശബരിമലയിൽ സ്വർണം പൂശാനെന്ന പേരിൽ ഇന്ത്യയിൽ നിന്ന് വിദേശത്തു നിന്നുമായി പിരിച്ചെടുത്ത കോടികൾ എവിടെയാണ്? ഇത് സംബന്ധിക്കാൻ SITക്ക് ഒരു കത്ത് നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇത് കേവലം സ്വർണം പാളി പൊളിച്ചോണ്ട് പോയെന്ന് മാത്രമല്ല, ഇതൊരു അന്താരാഷ്ട്ര തട്ടിപ്പ് സംഘം, അധോലോക സംഘം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു. ക്ഷേത്രങ്ങളുടെയും പുരാതന കേന്ദ്രങ്ങളുടെയും എല്ലാം അവിടെ നിന്നെല്ലാം ഈ സാധനങ്ങൾ അടിച്ചു മാറ്റി ഇന്റർനാഷണൽ മാർക്കറ്റിൽ കൊണ്ട് വിറ്റ് കോടികൾ സമ്പാദിക്കുന്ന അധോലോക സംഘങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് സംശയിക്കുന്നു. എൻ്റെ കയ്യിൽ പ്രത്യേക തെളിവില്ല, കിട്ടിയ ചില വിവരങ്ങളാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടി SIT അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് SIT തലവന് ശ്രീ വെങ്കടേഷിന് എൻ്റേതായ ഒരു കത്ത് ഞാൻ നൽകുന്നുണ്ട്. കാരണം ഇതത്ര നിസ്സാരമായൊരു കാര്യമല്ല. 24 ക്യാരറ്റുള്ള 30.8 കിലോ സ്വർണം മാറ്റി എന്നുള്ളതിനപ്പുറം ഇതിന് വിദേശ മാർക്കറ്റിൽ വലിയ പ്രിയമുള്ള മോഹവിലയുള്ള 500 കോടിയിലധികം വരുന്ന ഒരു വലിയ റാക്കറ്റിൻ്റെ പ്രവർത്തനം ഇതിന് പിന്നിലുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മുഖ്യമന്ത്രി ഇപ്പോഴും ഒരു അക്ഷരം മിണ്ടുന്നില്ല. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.